ഡിയർ സ്റ്റുഡൻസ്, ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത്. ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം ലാസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ മൈക്രോ കൺട്രോളർ 8051 പ്രോഗ്രാമിങ് പഠിച്ചതാണ്, അതിൻ്റെ ലാബൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാം എന്താണെന്നും ഒരു ഇൻസ്ട്രക്ഷൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. എന്നാലും നമുക്കത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? എ സീരീസ് ഓഫ് ലൈൻസ് ഓഫ് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ. ദറ്റ് ഈസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഇത് ഒരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ്റെ ജനറൽ ഫോർമാറ്റാണ് ഈ റെഡ് കളറിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് 4 ഫീൽഡാണുള്ളത്: ലേബൽ, നിമോണിക്, ഓപ്പറാൻഡ്സ്, കമൻറ്റ്. ഇതിനകത്ത് ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നതൊക്കെ ഓപ്ഷണലാണ്. വെച്ചാൽ നമുക്ക് ചില ഇൻസ്ട്രക്ഷനിലേ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, ചിലതിനകത്ത് ഇതിൻ്റെ ആവശ്യമില്ല. ഈ കമൻറ്റ് എന്ന് പറയുന്നത് തികച്ചും ഓപ്ഷണലാണ്. ഇത് എഴുതേണ്ട കാര്യം തന്നെ ഇല്ല, കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഒരു കമൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെമി കോളനിലൂടെയാണ്. നമ്മൾ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഇത് ഉള്ളത് വളരെ ഉപകാരമാണ്. കാരണം നമുക്ക് കമൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനിൽ എന്താണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കുറേ കമൻറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നതെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലേബലാണ്. ലേബൽ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ ലൈൻ, ദാറ്റ് ഈസ് ഒരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ്റെ ലൈൻ. ഒരു ഇൻസ്ട്രക്ഷനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേബൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ലേബൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹിയർ എന്നുള്ള ലേബലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ JMB ഹിയർ, ഇതാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? JMB ഹിയർ എന്നാണ് പറയുന്നത്, ജമ്പ് ഹിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? വീണ്ടും ഈ ഹിയർ എന്ന് പറയുന്ന ലേബൽ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് എവിടെയാണോ ആ ലേബല് കൊടുത്തിരിക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഈ ഒരു ലൈൻ തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ളതാണ്. നമ്മൾ പല ലൂപ്പ് പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോഴും ഞാൻ നിങ്ങൾക്ക് ലേബൽ എന്താണെന്നൊക്കെ ലാബിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻസ് ചെയ്ത് വരുമ്പോൾ വീണ്ടും നമ്മൾ ലൂപ്പിൽ പോയി അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ലൂപ്പിൻ്റെ ഒരു ലേബൽ മാത്രമേ അവിടെ കൊടുക്കുള്ളൂ. അപ്പോൾ ആ ലേബൽ ഉണ്ടെങ്കിൽ ആ ലേബൽ എവിടെയാണോ, ഏത് ഇൻസ്ട്രക്ഷനെയാണോ റെഫർ ചെയ്യുന്നത് അവിടേക്ക് പോയിട്ട് വീണ്ടും പ്രോഗ്രാം കൗണ്ടർ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതാണ് ഈ ലേബൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിമോണിക്കാണ്. നിമോണിക്കാണ് ആക്ച്വൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതാണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെയുണ്ട്. LDI എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ LDI R16, ഇവിടെ ഒരു ഓപ്പറാൻഡ് ഉണ്ട്. ഇതാണ് ഈ നിമോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിമോണിക്കിൻ്റെ കൂടെ ചിലപ്പോൾ ഡേറ്റ വരാം, ദാറ്റ് ഈസ് ഓപ്പറാൻഡ് വരാം. ചില കേസിൽ ഓപ്പറാൻഡ് കാണില്ല. അപ്പോൾ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ചില ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവാം, ചില ഇൻസ്ട്രക്ഷനിൽ കാണില്ല. പക്ഷേ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ ഓപ്പറാൻഡ് ഉണ്ട്. ദാറ്റ് ഈസ് LDI R16, 0x25 എന്നാണ് ഇൻസ്ട്രക്ഷൻ. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 0x25, ദാറ്റ് ഈസ് 25 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ വാല്യൂ R16 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണിത്. അതിൻ്റെ കമൻ്റാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് R16 = 0x25. ലാസ്റ്റ് വണ്ണാണ് ഈ കമൻ്റ് എന്ന് പറയുന്നത്. ഓപ്പറൻഡ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. കമൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അസംബ്ലർ ഈ സെമിക്കോളിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യില്ല, കാര്യം ഇത് കമൻ്റാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ സെമിക്കോളൻ വെച്ചിട്ട് ഇതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന ആഡ്, LDI എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷൻ ആവാം, അല്ലെങ്കിൽ എന്താവാം? അസംബ്ലർ ഡയറക്റ്റീവ്സ് ആവാം. അസംബ്ലർ ഡയറക്റ്റീവ്സ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അസംബ്ലർ ഡയറക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? സ്യൂഡോ ഇൻസ്ട്രക്ഷൻസ് ആണ്. കാരണം ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മെഷീൻ കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെഷീൻ കോഡ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. അത് അസംബ്ലറിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അതും ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. താങ്ക് യു.